കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ദൃശ്യമായത് സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടമാണ്. കേവലം സാമ്പത്തിക വളർച്ച എന്നതിലുപരി സാധാരണക്കാരന്റെ ദൈനംദിന ജീവിത നിലവാരം ഉയർത്തുന്നതിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ അടിത്തറ പാകുന്നതിനും ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ നടപ്പിലാക്കിയത്. 2014 ശേഷം കൈവരിച്ച ഈ വികസന നേട്ടങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചുവെന്നത് നിർണായകമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ നാഡീഞരമ്പ് ഗതാഗതങ്ങളായ ശൃംഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദീർഘകാലമായി കടലാസിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ചരക്ക് ഇടനാഴി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. നിലവിൽ 2843 കിലോമീറ്റർ നീളമുള്ള ശൃംഖല പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. ഇത് ചരക്ക് നീക്കത്തിന്റെ വേഗത കൂട്ടാനും ചെലവ് കുറയ്ക്കാനും സഹായിച്ചു. 2014 കേവലം 1000 കിലോമീറ്റർ മാത്രമുണ്ടായിരുന്ന എക്സ്പ്രസ് വേ ശൃംഖലയിലെ 6700 കിലോമീറ്റർ കൂടി പുതുതായി ചേർത്തു. അതായത് രാജ്യത്തെ നിലവിലെ എക്സ്പ്രസ് വേ ശൃംഖലയുടെ 85% നിർമ്മിച്ചത് ഈ ദശകത്തിലാണ്. കൂടാതെ 4 വരെയോ അതിൽ കൂടുതലോ ഉള്ള ദേശീയപാതകൾ 18,371 കിലോമീറ്ററിൽ നിന്നും 45,516 കിലോമീറ്റർ കൂടി വികസിപ്പിച്ചതോടെ മികച്ച റോഡ് ശൃംഖലയുടെ 60% നിർമ്മിച്ചത് കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിലാണ്. നഗരങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി മെട്രോ റെയിൽ ശൃംഖല 250 കിലോമീറ്ററിൽ നിന്നും 1000 കിലോമീറ്റർ കൂടി വ്യാപിച്ചു. രാജ്യത്തെ നിലവിലെ മെട്രോ ശൃംഖലയുടെ 75% നിർമ്മിച്ചത് ഈ കാലയളവിലാണ്. ഉഡാൻ വികസന പദ്ധതിയിലൂടെ സാധാരണക്കാർക്കും പ്രാപ്യമായ രീതിയിൽ വ്യോമയാന മേഖല മാറ്റി. 2014 74 വിമാനത്താവളങ്ങളുടെ എണ്ണം 104 ഉയർന്നു. നിലവിലുള്ള വിമാനത്താവളങ്ങളിൽ 55% പുതിയതായി നിർമ്മിക്കപ്പെട്ടവയാണ്. ഭാരതീയ ആധുനിക ചരിത്രത്തിലെ ആകെ വൈദ്യുതീകരണത്തിന്റെ 69% പൂർത്തിയായത് കഴിഞ്ഞ 12 വർഷത്തിനിടയിലാണ്. ഇതോടെ വൈദ്യുതീകരിച്ച റെയിൽ പാതകളുടെ ദൈർഘ്യം 21,800 കിലോമീറ്ററിൽ നിന്നും 69,800 കിലോമീറ്ററായി വർദ്ധിച്ചു.